വരമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അരുൺ എന്ന ഒരു മികച്ച കലാകാരനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മികച്ച കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തത് പാട്ടോ ഡാൻസോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല, വളരെ വ്യത്യസ്തമാർന്ന ഒരു കലാകാരനാണ്. എന്താണ് എന്നുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. അരുൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുമായിരുന്നു, നമ്മുടെ വരമ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പുതിയൊരു അതുല്യ കലാകാരനെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഏത് കലാകാരനാണ്, ഏത് മേഖലയിലുള്ള കലാകാരനാണ്, എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിൻ്റെ കലാകാരനാണ്, എങ്ങനത്തെ കലാകാരനാണെന്നുള്ള വിശേഷങ്ങളൊക്കെ ചേട്ടൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു. റോബോട്ട് ആനയെ ചെയ്തിരിക്കുകയാണ്. റോബോട്ട് ആന ഇലക്ട്രോണിക്സിൽ പ്രവർത്തിക്കുന്ന ഒരു ആനയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ റോബോട്ടിക് ആനയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഫുള്ള് ഫൈബറിൽ ചെയ്തിരിക്കുന്ന ആനയാണ്. കൂടാതെ അതിൻ്റെ അകത്ത് സെൻസറുകളൊക്കെ ഉപയോഗിച്ച് തുമ്പിക്കൈയൊക്കെ ചലിപ്പിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ആനയുടെ ഇത് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ ഒറിജിനലാണെന്നാണ് ഞാൻ ഓർത്ത് അവിടെ വന്നു കഴിഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഗംഭീരമായിട്ടാണ് ചേട്ടൻ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചേട്ടാ അതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ എങ്ങനെയാണ്? അതായത് ഇത് നമ്മൾ ഫൈബറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫൈബറിൽ ഡയറക്റ്റ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. അതിന് പകരം സിമെൻറ്റ് ചെയ്തിട്ട് അത് ഫൈബറിൽ അതിൻ്റെ മോൾഡ് ഉണ്ടാക്കിയിട്ട് വീണ്ടും അതിൽ കാസ്റ്റ് ചെയ്തിട്ടാണ് ഈ രൂപത്തിലാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മൂവ്മെൻറ്റുകൾ വരുന്ന ഭാഗങ്ങൾ മറ്റേ വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് പിന്നെ ചലിപ്പിക്കുന്ന എല്ലാ മോട്ടറും പിന്നെ പ്രോഗ്രാം ചെയ്തിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇത് എത്ര നാളെടുത്തിട്ടായിരിക്കും ഇത്? ഏകദേശം ഒരു 1.5 വർഷത്തോളം. 1.5 വർഷം എടുത്തു ഇങ്ങനെ ഒരു ഫുൾ രൂപ ആയി വരാൻ വേണ്ടിയിട്ട്. ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനും എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് രതീഷ്. നിങ്ങൾ രണ്ടുപേരും കൂടി? ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ആണല്ലേ. ചേട്ടൻ ഇതിലൊക്കെ കൂടുതലും ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയാണ് ഈ ഒരു പരിപാടിയോട്? ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കളിമണ്ണിൽ ശില്പങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞ ഇതിനെക്കുറിച്ച് കേട്ടത്. പിന്നെ ഫൈൻ ആർട്സ് 4 വർഷം RLV കോളേജിൽ ചിത്രകല പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സിമെൻറ്റിലും മറ്റ് മെറ്റീരിയലുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ശില്പങ്ങൾ ചെയ്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉള്ള രീതിയിൽ ചലിക്കുന്ന രീതിയിൽ റോബോട്ടിക് സെറ്റപ്പിൽ ആദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആശയം എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നു? ഇത് ഏകദേശം ഒരു 5-6 വർഷം മുമ്പേ എനിക്ക് ഇത് മനസ്സിലിങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പകുതി തുടങ്ങിയതായിരുന്നു. എന്നുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം പിന്നെ അത് നിർത്തി പോന്നു. പിന്നെ ഇപ്പോഴാണ് അത് സാധിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അന്നത് നടന്നില്ല. പക്ഷെ ഇപ്പം ഇത് സാധിച്ചു. ഇത്രയൊരു ഗംഭീര ഒരു ആനേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തപ്പോഴത്തേക്ക് ഏകദേശം നല്ല തുക മുടക്കം വന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ തുക മുടക്കം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ എത്ര ആന വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം ഇതൊരു മോൾഡ് ഞാൻ ഓൾറെഡി റെഡിയാക്കി. അത് ഇനിയിപ്പോൾ നമുക്ക് ആളുകൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ആനകളെ ചെയ്യാം. അതിനുശേഷം ഇത് നമ്മൾ മോൾഡ് എടുത്ത് കാസ്റ്റ് ചെയ്ത് ഫൈബറാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പണികളുണ്ട്. ഇതിനകത്ത് മോട്ടറുകളെ വെച്ച് അതിനെ പ്രോഗ്രാം ചെയ്തെടുക്കണം. പിന്നെ സെൻസറുകളെല്ലാം പെയിന്റിങ്, സെൻസറുകൾ അതെല്ലാം ഘടിപ്പിക്കണം. കാരണം ഇപ്പോൾ ഇതിൻ്റെ തല തിരിക്കുമ്പോൾ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അത് നിൽക്കണം. കാരണം അപ്പോൾ അത് ആന അറിയണം. അല്ലെങ്കിൽ അതിൻ്റെ മോട്ടറുകൾ പിന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ള സെൻസറുകളെല്ലാം അതിൽ ഘടിപ്പിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആൾ വരുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചോദിച്ചാൽ ഷെയ്ക്ക് ഹാൻഡ് തരും. അങ്ങനെയുള്ള കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കണ്ണ് ചലിക്കും, അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ അരുൺ ചേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്ന റോബോട്ടിക് ആനയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. പോവാം. ഓക്കെ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ രതീഷ്. എൻ്റെ കൂടെ ആദ്യം മുതലേ ഇതിന് സഹായത്തിനൊക്കെ ഉള്ള ആൾ. രതീഷ് ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആനയുടെ പേര് ഗംഭീര പേരാണല്ലോ, കൊട്ടുകാപ്പള്ളിൽ കേശവൻ. നല്ല പേര്. കൊട്ടുകാപ്പള്ളി എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. ഞങ്ങൾ വീട്ടുപേരും കൂടെ ചേർത്ത് ആണല്ലേ. അത് മാത്രമല്ല, ഇത് നല്ല തലയെടുപ്പുള്ള ഒരു ആനയുടെ ഒരു പേരാണ്. ഗംഭീരമായിട്ടുണ്ട്. കേശവൻ എന്നുള്ള പേര് ആരാ സജസ്റ്റ് ചെയ്തത്? കേശവൻ എന്നുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇങ്ങനെ കൊട്ടുകാപ്പള്ളിയുടെ കേശവൻ എന്ന് പറഞ്ഞു അതങ്ങനെ കേശവൻ തന്നെ ആക്കി. അങ്ങനെ ആക്കിയല്ലേ? അരുൺ ചേട്ടാ, നമ്മുടെ ഈ കൊട്ടുകാപ്പള്ളി കേശവൻ, നമ്മുടെ ഈ ആനയുടെ പണി നിങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായിരുന്നു? ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഇതിൻ്റെ സിമെൻറ്റ് വർക്ക് ആരംഭിച്ചതാണ്. ആണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ മറ്റു വർക്കുകൾ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഞങ്ങൾ സ്വന്തം പൈസ മുടക്കി ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റു വർക്കിൻ്റെ കൂടെ വേണം ഇത് ചെയ്തു പോകാൻ. അപ്പോൾ ഞങ്ങൾ രാത്രിയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ സിമെൻറ്റ് വർക്ക് ആരംഭിച്ചു. അതിന് ശേഷം ഈ ഒരു
ഒരു വർഷത്തോളം എടുത്തു ഇതിൻ്റെ സിമെൻറ്റ് വർക്ക് തീർക്കാൻ വേണ്ടി, ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈബറിൽ മോൾഡ് എടുത്തു. ഫൈബറിൽ മോൾഡ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വീണ്ടും ഫൈബറിലേക്ക് ആ മോൾഡിൽ വെച്ച് ഇതിനെ കാസ്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് ഇതിൻ്റെ ഈ ഓരോ ഭാഗങ്ങളെല്ലാം, ഈ തുമ്പിക്കൈ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും അതുപോലെ കട്ട് ചെയ്ത് ഷേപ്പാക്കി, പിന്നെ ഇതിൻ്റെ അകത്ത് മോട്ടറുകളെല്ലാം ഘടിപ്പിച്ച്, പിന്നെ അതിൻ്റെ അകത്തുള്ള പ്രോഗ്രാമിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തത്. ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ? പെയിൻറ്റിങ് വർക്ക് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഓട്ടോമോട്ടീവ് പെയിൻറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആണല്ലേ? നിങ്ങൾ രണ്ടുപേരും? ഞങ്ങൾ രണ്ടുപേരും കൂടി. വേറെ ആരും ഇതിനകത്ത് ഇല്ല, വേറെ ആരും ഇല്ല, വർക്ക് ചെയ്യാനില്ലായിരുന്നല്ലേ? സത്യം പറഞ്ഞാൽ ഇവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഒറിജിനൽ ഒരു ആനയുടെ അടുത്ത് നിൽക്കുന്ന ഫീലാണ്. ഗംഭീരമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇത് വർക്ക് ചെയ്തേക്കുന്നത് പല പല ആന, അതായത് കാട്ടാന, നാട്ടാന, എല്ലാത്തിൻ്റെയും വീഡിയോ മൂവ്മെൻ്റ് എല്ലാം നോക്കി അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നോക്കിയിട്ട് അതേ വരുന്ന ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരെണ്ണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് ഒരു ആനയുടെ ഫേസ് വെച്ചിട്ട് അല്ല ചെയ്തേക്കുന്നത്. അല്ല, ഇതൊരു പല റെഫറൻസ് എടുത്തിട്ട് ലെജൻസ് ആയിട്ടുള്ള ഒരുപാട് ആനകളുടെ തന്നെ കൊള്ളാവുന്ന പോർഷൻസ് ഒക്കെ എല്ലാം എടുത്ത് ആണല്ലേ? നമുക്ക് ഇവനെ ഒരു ഉത്സവത്തിന് ഇപ്പോൾ കൊണ്ടുവരണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങളുമായിട്ട് ഇപ്പോൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കാം. ആണല്ലേ? എത്തിച്ച് കൊടുത്ത് നമ്മളുണ്ടാവും. പിന്നെ അതുകൂടാണ്ട് ഘോഷയാത്രയ്ക്ക് സാധാരണഗതിയിൽ ഒരു ആനേനെ നമുക്കൊരു ഉത്സവത്തിന് ഒരു ഉത്സവ പറമ്പിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചെലവ് കൂടിയ ഒരു പരിപാടിയാണ്. പക്ഷേ ഇവനെ കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം അതിന്റെ പകുതി ചെലവല്ലേ വരും. അതിന്റെ പകുതി പോലും വരില്ല. അഞ്ചേട്ടാ, ഇതിന്റെ കൊമ്പൊക്കെ വളരെ രസമായിട്ടാണല്ലോ ചെയ്തേക്കുന്നത്, നല്ല അടിപൊളിയായിട്ടാണല്ലോ. രോമവും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണല്ലോ ഇത്. അതെ, രോമങ്ങളൊക്കെ ഞങ്ങൾ ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ്റെ വിറ്റ് ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന എല്ലാം ഒറിജിനാലിറ്റി ആണല്ലോ. നമുക്ക് ഇവന്റെ തുമ്പിക്കൈ ഒന്ന് ഉയർത്താൻ, തുമ്പിക്കൈ നമുക്ക് ഷെയ്ക്കാൻ തരും. ഇതിന്റെ കൊമ്പേര് നമ്മൾ പെയിന്റ് അധികം യൂസ് ചെയ്തിട്ടില്ല, വൈറ്റ് ആയിട്ട് തന്നെയാണ് ഇത്. ഇതെന്താണ് മെറ്റീരിയൽ? ഇതും ഫൈബർ തന്നെയാണല്ലേ? ഇതുപോലെ നമ്മൾ ഷെയ്ക്കാൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ക്കാൻ തരും. ചോദിച്ചു നോക്കിയാൽ ഷെയ്ക്കാൻ്റെ. കേശവ, എനിക്കൊരു ഷെയ്ക്കാൻ്റെ തരാമോ? അടിപൊളി. കൊള്ളാം. ഇതിൻ്റെ പുറത്തേ എത്ര പേർക്ക് കയറിയിരിക്കാം? ഇതിൻ്റെ പുറത്ത് നമുക്ക് 2 പേർക്ക് ഇരിക്കാം. അതുപോലെ ഒറിജിനലാണെങ്കിൽ നമ്മൾ എഴുന്നള്ളിക്കുന്ന പോലെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അതുപോലെ തിടമ്പൊക്കെ കയറ്റാം. അതുപോലെ പുറകിൽ ഒരാൾക്കും മുത്തുക്കുട പിടിക്കാൻ ഒരാൾക്കും ഇരിക്കുകയും ചെയ്യാം. ആണല്ലേ? യഥാർത്ഥത്തിൽ ഒരു ഉത്സവത്തിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ കൊണ്ടുപോകാം. അങ്ങനെ നമ്മുടെ രതീഷ് ചേട്ടനും അരുൺ ചേട്ടനും രണ്ടുപേരും കൂടി നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ കൊട്ടുകാപ്പള്ളിയിൽ കേശവരെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊട്ടുകാപ്പള്ളി കേശവൻ്റെ ആ ഒരു തലയെടുപ്പും ആ ഒരു ഗാംഭീര്യമെല്ലാം വളരെ മനോഹരമായിട്ടാണ് നിങ്ങളത് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.